ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ മനസ്സിൽ അവരെ വല്ലാതെ അങ്ങ് പിടിച്ചു വെക്കും. ചില സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാരക്ടേഴ്സ് ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോവില്ല, നമ്മുടെ ഉറക്കം കെടുത്തും. അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആരാണെന്ന് മനസ്സിലായോ? ജാക്ക് സ്പാരോ. വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു വിൻസ് വണ്ടർലാൻഡ്. ജോൺ ക്രിസ്റ്റഫർ ഡെപ്പ് രണ്ടാമൻ, ജോണി ഡെപ്പ്. 1963 ജൂൺ 9 US കെൻഡക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അച്ഛൻ ജോൺ ക്രിസ്റ്റഫർ, അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ പെറ്റി, ഒരു വെയിറ്റേഴ്സ്. 1970 ഈ ഫാമിലി ഫ്ലോറിഡയിലേക്ക് ഈ കുടുംബവുമായി താമസം മാറ്റുന്നു. അങ്ങനെ ജോണി ഡെപ്പിന് 15 വയസ്സുള്ള സമയത്ത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു. പിന്നീട് അമ്മ വിവാഹം കഴിക്കുന്നത് റോബർട്ട് പാൽമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ രണ്ടാനച്ഛനാണ് പിന്നീട് ജോണി ഡെപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും വളർത്തുന്നതും. ജോണി ഡെപ്പ് പലപ്പോഴും തന്റെ ജീവിതത്തിലെ ഇൻസ്പയർ ചെയ്ത വ്യക്തി തന്റെ രണ്ടാനച്ഛനായിട്ടാണ് കണ്ടത്. കാരണം അദ്ദേഹം വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു അച്ഛനായിരുന്നു. ഈ കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അമ്മ ജോണിക്ക് ഒരു ഗിറ്റാർ ഗിഫ്റ്റ് സമ്മാനമായി നൽകി. അതേ തുടർന്ന് അദ്ദേഹം സംഗീതം നന്നായി പ്ലേ ചെയ്യാനും തുടങ്ങി. ഒടുവിൽ ഇദ്ദേഹം സംഗീതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി നടക്കുന്ന ഒരു സമയം. ഫ്ലോറിഡയിൽ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനം നിർത്തി വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് സംഗീതം പഠിച്ചാൽ മതി, സ്കൂളിൽ പോകണ്ട എന്ന്. ചില മ്യൂസിക് ബാൻഡിൽ പോകണം എന്ന് പറയുകയും ചെയ്തു. ആദ്യം വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും നിർബന്ധത്തിനും വാശിക്കും വഴങ്ങി സമ്മതിച്ചു. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ പഠിക്കാനൊരു മോഹം തോന്നി. അങ്ങനെ 2 തവണ സ്കൂളിലേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ സ്കൂളിലെ പ്രിൻസിപ്പാള് പറഞ്ഞു, ഇത് നീ തെരഞ്ഞെടുത്ത ഭാവിയാണ്, ഈ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകൂ, നിനക്ക് സംഗീതമാണ് ചേരുന്നത് എന്നും പറഞ്ഞു 2 തവണ പ്രിൻസിപ്പള് തിരിച്ചയച്ചു. 1980 ദ കിഡ്സ് എന്ന പേരിൽ ജോണി ഡെപ്പും കൂട്ടുകാരും ചേർന്ന് ഒരു ബാൻഡ് തുടങ്ങി. നല്ല നല്ല പരിപാടികൾ കിട്ടാൻ തുടങ്ങി. അതൊരു ലോക്കൽ സക്സസ് ആയി. ആ പരിപാടി ഉയർന്ന് അങ്ങനെ ബാൻഡിന്റെ പ്രവർത്തനം ലോസ് ഏഞ്ചലസിലേക്ക് മാറ്റുകയും ചെയ്തു. ദ കിഡ്സ് എന്ന പേര് മാറ്റി 6GM മെത്തേഡ് എന്ന പേര് നൽകി. കാര്യമായ ലാഭമൊന്നും ലഭിച്ചില്ലെങ്കിലും തന്റെ ആനന്ദത്തിന് വേണ്ടിയായിരുന്നു ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈഡായി ടെലിമാർക്കറ്റിംഗ് അടക്കമുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും തുടങ്ങി. 1983 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഇതേ ട്രൂപ്പിലെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഒരു ഗായകന്റെ സഹോദരിയുമായിരുന്ന ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്തത്. 1984 ട്രൂപ്പ് തെറ്റിപ്പിരിയുന്നു. അവിടുന്ന് റോക്ക് സിറ്റി ഏഞ്ചൽസ് എന്ന മറ്റ് ട്രൂപ്പിൽ ചേർന്നു പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് നിക്കോളാസ് കേജ് എന്ന ഒരു നടനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് സുഹൃത്തായി ലഭിച്ചു. ഇവർ ഗ്ലാസ്മേറ്റ്സ് ആയിരുന്നു, അതായത് ഡ്രിങ്കിങ് മേറ്റ്സ്, വെള്ളമടി കമ്പനി, അങ്ങനെ വേണം മലയാളത്തിൽ പറയാൻ. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ദിവസം നിക്കോളാസ് ജോണി ഡെപ്പിനോട് ചോദിച്ചു, താങ്കൾക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന്. ഈ സമയത്ത് ജോണി ഡെപ്പിന് കാര്യമായി ഒന്നും തോന്നിയില്ലെങ്കിലും ജെയിംസ് ഡീൻ എന്ന് പറയുന്ന പ്രശസ്തനായ നടന്റെ ആത്മകഥ അയാൾ ഒരിക്കൽ വായിക്കാനിടയായി. ഈ സമയത്ത് ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നി. പിന്നീട് നമ്മുടെ നിക്കോളാസ് എന്ന് പറയുന്ന സിനിമാതരൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയും സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയുകയും ചെയ്തു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിന്റെ മ്യൂസിക് കരിയർ കാരണം ഒരുപാട് കടമുണ്ടായിരുന്നു, ജീവിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. നിക്കോളാസ് കേജിന്റെ സഹായത്തോടെ ഡയറക്ടർ കൗണന്റെ പുതിയ സിനിമയിലേക്ക് വേണ്ടിയുള്ള ഓഡിഷനിൽ ജോണി ഡെപ്പ് തെരഞ്ഞെടുത്തു. ആ ഓഡിഷനിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പുറത്തു വന്നു. എ നൈറ്റ്മെയർ ഓൺ എൽം സ്ട്രീറ്റ് എന്ന സിനിമയിലേക്കായിരുന്നു ഇദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങിയത്. അതായത് പ്രധാന കഥാപാത്രത്തിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചു. അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും 1987 പുറത്തു വന്ന 21 ജംപ് സ്ട്രീറ്റ് എന്ന ടെലിവിഷൻ സീരീസോടുകൂടി ഇദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറാൻ തുടങ്ങി.
അതിലൊരു പോലീസ് ഓഫീസറിന്റെ റോളായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ചെയ്ത റോളെല്ലാം മികച്ചതായിരുന്നു. എല്ലാവരും ഈ റോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അവസരങ്ങൾ തേടിയെത്തി. നിരവധി ചിത്രത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. 2023 ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ അവതരിച്ചു. പൈററ്റ്സ് ഓഫ് കരീബിയൻ. ആ സീരീസിന്റെ ദ ക്യൂർ ഓഫ് ബ്ലാക്ക് പേൾ എന്ന ചിത്രത്തിലായിരുന്നു ജാക്ക് സ്പാരോ വന്നത്. ഈ ചിത്രത്തിന്റെ മാനലിസത്തിന് വേണ്ടി ജോണി ഡെപ്പ് കണ്ടുപിടിച്ചത് ചാർലി ചാപ്ലിനെ ആയിരുന്നു. ആ കഥാപാത്രത്തിനെയായിരുന്നു ഇതിലേക്ക് കൂടുതലായി ഏറ്റെടുത്തത്. കേരളത്തിൽ പോലും ഇതിന് ആരാധകർ ഒരുപാടുണ്ടായി. അങ്ങനെ 2006, 2007, 2011, 2012 പൈററ്റ്സ് ഓഫ് കരീബിയന്റെ സീരീസിലെ മറ്റ് ചാപ്റ്റേഴ്സ് കൂടി പുറത്തു വന്നു. വീണ്ടും ആ സിനിമയുടെ ചാപ്റ്റർ വരാൻ നേരം ഇദ്ദേഹത്തിനെ ഡിസ്നി നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സിനിമയിൽ ഇനി മുതൽ നിങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, മുൻ ഭാര്യയായിരുന്നു. ആരാധകർക്ക് ഒരിക്കലും ജാക്ക് സ്പാരോ എന്ന കഥാപാത്രത്തിനെ മറ്റൊരു വ്യക്തിയായി ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. എന്നിട്ടും ഡിസ്നി അദ്ദേഹത്തിനെ മാറ്റിയതിന് കാരണം, അതിനെ പിന്നോട്ടൊന്നു പോകണം. കഥ ഒന്നുകൂടി കേട്ടാലോ. 2009 റം ഡയറി എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ്ങിൽ വെച്ച് ആംബർ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ജോണി ഡെപ്പ് കണ്ടുമുട്ടുന്നു. രണ്ടുപേർക്കും ഫാമിലി ഉണ്ടായിരുന്നു. അതായത് ആംബർ ഹെഡിന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ജോണി ഡെപ്പിനും വൈഫും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും സൗഹൃദം അവിടെ നിന്ന് ആരംഭിച്ചു. 2012 ഇരുവരും ഡിവോഴ്സ് ആകുന്നു. ഈ സമയത്ത് പലതരത്തിലുള്ള റൂമേഴ്സും പുറത്തു വന്നു. ആംബർ ഹെഡ് കാരണമാണ് ജോണി ഡെപ്പ് ഡിവോഴ്സ് ആയതെന്നും ജോണി ഡെപ്പ് കാരണമാണ് ആംബർ ഹെഡ് ഡിവോഴ്സ് ആയതെന്നും പുറത്തു വരാൻ തുടങ്ങി. ഇരുവരും പ്രണയത്തിലാണെന്ന് കൂടി വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നും പറയാൻ തുടങ്ങി. എന്നാൽ ഇത് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടുന്ന് കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 2014 ഒരു പൊതുപരിപാടിയിൽ കപ്പിളായി തന്നെ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തു. അതായത് ഈ ആംബർ ഹെഡും ജോണി ഡെപ്പും കൂടി കപ്പിളായി പങ്കെടുത്തു. അതോടെ എല്ലാവരുടെയും സംശയം അങ്ങ് തെളിഞ്ഞു, ഉറപ്പിച്ചു. 2015 ഫെബ്രുവരി 3 ഇരുവരും വിവാഹം ചെയ്തു. തന്റെ അമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം കഴിച്ചത്. ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ റിസപ്ഷൻ ആവശ്യമാണല്ലോ. അതിനാൽ ബഹാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്, അവരുടെ പ്രൈവറ്റ് ഐലൻഡ് ആണ്, അവിടെ വെച്ച് ഗംഭീരമായ ഒരു വിവാഹ പാർട്ടി സംഘടിപ്പിച്ചു. അങ്ങനെ 2016 മെയ് മാസം ജോണി ഡെപ്പിന്റെ അമ്മ മരണപ്പെട്ടു പോകുന്നു. അവിടുന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ജോണി ഡെപ്പിന്റെ പുതിയ ഭാര്യയായ ആംബർ ഹെഡ് പോലീസിൽ പരാതിപ്പെട്ടു. ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിക്കുകയും അതുകൊണ്ട് ഡിവോഴ്സ് വേണമെന്നായിരുന്നു പരാതി. എന്നാൽ ഒത്തുതീർപ്പിന് വേണ്ടി $7 മില്യൺ കൊടുത്ത് പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തു. 7 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കോടി രൂപ കാണും കേട്ടോ. ഏതാനും മാസം കഴിയുമ്പോൾ തന്നെ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് ലഭിക്കുകയും, പക്ഷെ അന്നൊരു നിബന്ധന ഉണ്ടാക്കി. ഡിവോഴ്സ് സമയത്ത് എന്താണ് ഇവർക്കിടയിലെ പ്രശ്നമെന്ന് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. കോടതിയും നമ്മളും മാത്രം, വേറൊരാൾ അറിയാൻ പാടില്ല എന്നായിരുന്നു നിബന്ധന. എന്നാൽ 2018 ഡിസംബർ മാസം 18-ാം തീയതി രണ്ടാം ഭാര്യയായ ആംബർ ഹെഡ് ഒരു ലേഖനം എഴുതുകയാണ്. ഈ ലേഖനത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു. എന്നാൽ ജോണി ഡെപ്പിന്റെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. എന്നാൽ വായിക്കുന്നവർക്ക് ഇക്കാര്യം കൃത്യമായി തന്നെ മനസ്സിലായി. അങ്ങനെ ജാക്ക് സ്പാരോ എന്ന കഥാപാത്രത്തിൽ നിന്ന് ജോണി ഡെപ്പിനെ നീക്കം ചെയ്തു. ലോകം മുഴുവനും അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തി. എല്ലാവർക്കും വെറുപ്പായി. 2019 ഫെബ്രുവരി മാസം ജോണി ഡെപ്പ് കോടതിയിൽ ഒരു പരാതി കൊടുത്തു. $50 മില്യൺ മാനസിക നഷ്ടത്തിനായിരുന്നു കേസ് കൊടുത്തത്. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വയലൻസ് ഉണ്ടാക്കിയത് അവൾ തന്നെ ആയിരുന്നു, അതായത് ആംബർ ഹെഡ് തന്നെ ആയിരുന്നു. ഒരുപാട് വട്ടം എന്നെ ചീറ്റ് ചെയ്തു. മറ്റു ആൾക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. അവൾ കള്ളം പറയുക എന്നായിരുന്നു പരാതി. എന്നാൽ ഈ പരാതിക്കെതിരെ ആംബർ ഹെഡ് തിരിച്ച് മറ്റൊരു പരാതിയും കൂടി കൊടുത്തു. ഇദ്ദേഹം കള്ളം പറയുകയാണ്, എനിക്ക് മാനനഷ്ടത്തിന് പരിഹാരം വേണം, അതായത് നീതി വേണം. $100 മില്യൺ ആണ് അടയ്ക്കേണ്ടത്. അതായത് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് വെച്ചാൽ 800 കോടി ഇന്ത്യൻ മണി വരും. അന്ന് $7 മില്യൺ കൊടുത്ത് ഒതുക്കിയൊരു കേസാണ്. അതായത് $7 മില്യൺ എന്ന് പറഞ്ഞാൽ 50 കോടി രൂപ. ഇതും കൊടുത്ത് ഒതുക്കിയ ഒരു കേസാണ് ഇപ്പം 800 കോടിക്ക് വേണ്ടി വീണ്ടും പുറത്തെത്തിയത്.
കേസ് നടന്നു, അടിപൊളിയായിട്ട് തന്നെ കേസ് നടന്നു. പക്ഷേ ജോണി ഡെപ്പിന്റെ വക്കീൽ പൊളിച്ചടക്കി ആംബർ ഹെർഡ് പരാജയപ്പെട്ടു. കോടതി രംഗം ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ജോണി ഡെപ്പിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധി വന്നു. 15 മില്യൺ US$ ജോണി ഡെപ്പിന് ആംബർ ഹെർഡ് നൽകണമെന്നുമായിരുന്നു വിധി. ഏതാണ്ട് ഒരു 100 കോടി രൂപയെങ്കിലും വരും. ഈ കേസിലെ വിധി വന്നതോടുകൂടി ആരാധകർക്ക് കുറ്റബോധം ഉണ്ടാവുകയും അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞവരും ഒരുപാട് പേരുണ്ടായിരുന്നു. അവസാനം ഡിസ്നി തന്നെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോവായി തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിനെ അറിയിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ജാക്ക് സ്പാരോവായി ഇനി ഞാൻ ഇല്ലെന്ന്. എന്തൊക്കെ തന്നെ ആയിരുന്നു, എത്ര കാത്തിരുന്നാലും അവസാനം സത്യം തന്നെ ജയിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് ജോണി ഡെപ്പ്. ഓരോ പേർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഓരോ സിനിമ വരുമ്പോഴും ആ സിനിമയിലെ കഥാപാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ജോണി ഡെപ്പിന്റെ കഥാപാത്രവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജോക്കറിന്റെ കഥാപാത്രവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ കളങ്കാവലിലെ മമ്മൂട്ടിന്റെ കഥാപാത്രവും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ഒന്ന് പറയോ? മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം ബീൻ സൺലാൻഡ്.